എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ജൂൺ 12, 13 അതായത് ഇന്നും നാളെയുമായിട്ട് നടക്കും. അപ്പോൾ ഇന്നും നാളെയും നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് നോക്കിയപ്പോഴുള്ള പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ TC, അതുപോലെ തന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് സ്വഭാവ സർട്ടിഫിക്കറ്റാണ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അത് രണ്ടും ഒറിജിനലാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ അതുപോലെ റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻസ് ഡോക്യുമെൻറ്റ്, അതായത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ കാസ്റ്റോ അങ്ങനെ എന്തെങ്കിലും റിസർവേഷനുകൾ ഉണ്ട്, അല്ലെങ്കിൽ EWS റിസർവേഷൻ ഉള്ളവർ EWS സർട്ടിഫിക്കറ്റ്, അതായത് അപേക്ഷ നൽകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടോ ആ ഒരു റിസർവേഷൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും കൊണ്ടുപോകണം. അതുപോലെ തന്നെ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ക്ലബ് സർട്ടിഫിക്കറ്റ്, അതായത് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് വെച്ചാൽ ക്ലബ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ബോണസ് പോയിന്റോ അല്ലെങ്കിൽ ടൈ ബ്രേക്കിൻ്റെ മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ EWS റിസർവേഷൻ കൊടുത്തിട്ടുണ്ട് EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതുപോലെ NCL നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോയും, അതുപോലെ തന്നെ നിങ്ങൾ സ്ഥിരപ്രവേശനമാണ് നേടുന്നതെങ്കിൽ ഫീസ് കൂടി കൊണ്ടുപോകണം. താൽക്കാലിക പ്രവേശനത്തിന് ഫീസിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള അലോട്ട്മെൻറ്റ് ലെറ്ററും ആവശ്യമാണ്. ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്നുള്ളതും അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും, അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും മാറ്റമൊന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്കവിടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോൺ ജോയിൻഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്, അത് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ്, റാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നിങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററാണ് വിദ്യാർത്ഥികൾ അഡ്മിഷന് പോകുമ്പോൾ എടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് റാങ്ക് ലിസ്റ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയ ഓപ്ഷൻസിൻ്റെ ഓരോ സ്കൂളിലെയും ലാസ്റ്റ് റാങ്കും നിങ്ങളുടെ റാങ്കും നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് അവിടെ അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കാതെ വിദ്യാർത്ഥികൾ പേടിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം പല വിദ്യാർത്ഥികളും ഇനി അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. കാരണം ഇനി അലോട്ട്മെൻറ്റ് ഇല്ലേ, സീറ്റില്ലേ എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഇനിയും അലോട്ട്മെൻറ്റുകളുണ്ട്, അതായത് ഇനിയും 5-6 അലോട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അടുത്ത സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റുകളുണ്ട്, അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ അലോട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ, ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും ഇതിന് താഴെയുള്ള 2, 3, 4 ഓപ്ഷനൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ നിലവിലെ സീറ്റിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയും ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഹയർ ഓപ്ഷൻസിൽ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ആപ്ലിക്കേഷൻ ഫോം കിട്ടും, അത് ഫില്ല് ചെയ്ത് സ്കൂളിൽ നൽകിയാൽ മതിയാകും. ഇനി വിദ്യാർത്ഥികൾക്ക് നേരത്തെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണ് എന്ന് കരുതുക, അതായത് സെക്കൻഡ് അല്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെന്ന് കരുതുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ, അതായത് ആദ്യം നിങ്ങളവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അതിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് കരുതുക. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ഫസ്റ്റ് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തെടുത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. ഒരിക്കലും സാധിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ഈ ഒരു പുതുതായിട്ട് ഒരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് അതിന് താഴെയുള്ള എല്ലാ ഓപ്ഷനും ക്യാൻസൽ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുതായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് നിങ്ങൾ ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടുക. അതായത് ഒന്നാമത്തെ ഓപ്ഷനിലേക്കാണ് കിട്ടുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും അതിന് താഴെയുള്ള 2 മുതൽ ബാക്കി ഓപ്ഷനുകളിലേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്ക് ആദ്യം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ സെയിം കോഴ്സിലേക്കാണ് മാറ്റം ലഭിച്ചത്, ആ സെയിം സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറ്റം ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ ആ സ്കൂളിൽ പോയിട്ട്
അതായത് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ, അതായത് പുതുതായിട്ട് ഏത് ഓപ്ഷനിലേക്കാണോ കിട്ടിയത് ആ ഒരു കോഴ്സിലേക്കുള്ള അഡ്മിഷൻ വീണ്ടും പോയിട്ട് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിലേക്ക് മറ്റൊരു കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ നിലവിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു വാങ്ങുകയും അതിനുശേഷം പുതുതായിട്ട് ഏത് ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു ഓപ്ഷൻ ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി പറയാം. അതായത് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ, അതായത് ആദ്യം അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂൾ കിട്ടി, ഒരു ഓപ്ഷൻ കിട്ടി, അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് കരുതുക. അവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തു. ഇനി ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിലേക്കാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന അവിടെ വീണ്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും സാധിക്കുന്നതല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുൻപ് ടെമ്പററി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലെ ആണ് ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഒക്കെ തിരിച്ചു വാങ്ങി ആ ഒരു പുതിയ കോഴ്സിലേക്ക് പോയിട്ട് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടുക. ഇനി അഥവാ നിങ്ങൾക്ക് മറ്റൊരു സ്കൂൾ തന്നെയാണ് കിട്ടിയത്, അങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു വാങ്ങുകയും അതിനുശേഷം ജൂൺ 13 വൈകിട്ട് 4 മണിക്ക് മുമ്പായിട്ട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു ഓപ്ഷൻ ലഭിച്ച സ്കൂളിലേക്കാണോ അല്ലെങ്കിൽ സെയിം സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കായിരുന്നാൽ കൂടിയും വീണ്ടും പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അങ്ങനെ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതായിരിക്കും. ഇക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പുതിയൊരു കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ അതിന് താഴെയുള്ള ബാക്കി എല്ലാ ഓപ്ഷൻസും ക്യാൻസൽ ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുൻപ് ലഭിച്ച ആ ഒരു സീറ്റ് കൂടി നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ പുതിയ ഓപ്ഷൻ എവിടെയാണ് കിട്ടിയത് അവിടെ വീണ്ടും പോയിട്ട് ടെമ്പററി അഡ്മിഷൻ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ അല്ലെങ്കിൽ പുതിയ സ്കൂളിലേക്കാണ് കിട്ടുന്നതെങ്കിലും ഇതേ രീതിയിൽ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷനോ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ താല്പര്യമാണ്, പെർമനൻറ്റ് വേണോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ വേണോ എന്നുള്ളത്. ഇനി അടുത്തതായിട്ടുള്ള വിദ്യാർത്ഥികൾ ആണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂൾ കിട്ടി, അതായത് ഇവിടെ ടെമ്പററി അഡ്മിഷൻ ആണ് എടുത്തിട്ടുള്ളത്, അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നോക്കിയപ്പോൾ നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നത്. നോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഓപ്ഷൻ ഒന്നും മാറിയിട്ടില്ല എന്നാണ് അതിനർത്ഥം. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷൻ അഞ്ചാമത്തെ നമ്പറാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ മറ്റൊരു ഓപ്ഷനിലേക്ക്, അതായത് ഹയർ ഓപ്ഷൻസിലേക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ ഒരു അഞ്ചാമത്തെ ഓപ്ഷനിൽ തന്നെയാണുള്ളത്. അതായത് അഞ്ചാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു എന്ന സ്കൂളാണ്, അതിൽ സയൻസാണ് കിട്ടിയത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ. അതേ ഓപ്ഷൻ തന്നെ, അതായത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നോ ചേഞ്ച് എന്നാണ് കാണിക്കുന്നത് എന്ന് കരുതുക. അതായത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നോ ചേഞ്ച് എന്നാണ്, അതായത് ഒരു മാറ്റവും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കൊന്നുകിൽ ആ ഒരു സ്കൂളിൽ വേണമെങ്കിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതായത് സെയിം സ്കൂളിൽ തന്നെ സെയിം ഓപ്ഷൻ തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് പുതുതായിട്ടൊന്നും വന്നിട്ടില്ല, പക്ഷേ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നോ ചേഞ്ച് എന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മാറ്റം ലഭിക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറാവുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ആ ഒരു ഓപ്ഷൻ ലഭിച്ച, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു ഓപ്ഷനിൽ മാറ്റമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമായിരുന്നു ഈ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന വിദ്യാർത്ഥികൾ പെർമനൻറ്റോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനോ വീണ്ടും പോയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നോ ചേഞ്ച് എന്നാണ് എങ്കിൽ, അതായത് നോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾ വീണ്ടും പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നിങ്ങളുടെ ടെമ്പററി അഡ്മിഷൻ അവിടെയുണ്ട്. ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹമുള്ള വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണെങ്കിൽ നിങ്ങൾ നിലവിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ വീണ്ടും പോവേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷൻ ആണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നോ ചേഞ്ച് എന്ന് കാണിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മെനു ബാറിൽ കോൺടാക്റ്റ് അസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ICT സെല്ലിൻ്റെ നമ്പറാണ്, അതായത് ഈ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ വിങ്ങിൻ്റെ നമ്പറാണ്. അപ്പോൾ ഇവരാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു കാര്യത്തിൽ സംശയം വരികയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു കാര്യം മനസ്സിലാക്കുകയും അത് ഇവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞു തരുന്നതും ആയിരിക്കും. അപ്പോൾ ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള കാരണം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികൾക്കും പല വീഡിയോകളും കാണുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ വീണ്ടും, അതായത് നോ ചേഞ്ച് ആണ് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, നോ ചേഞ്ച് എന്നാണ് കാണുന്നതെങ്കിൽ വീണ്ടും പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ട എന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾ ചില വീഡിയോ കാണുന്ന സമയത്ത് പോയിട്ട് വീണ്ടും അഡ്മിഷൻ എടുക്കണം എന്ന് നിങ്ങളോട് പറയുന്നതായിട്ട് പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ 2-3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്, അതായത് ചിലപ്പോൾ ആദ്യം വിളിച്ചപാടും തന്നെ നിങ്ങളോട് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 2 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്തായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക്
നിങ്ങളുടെ ഈ ഒരു സംശയവുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിവരങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.